അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും. 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. നേരാണോ മുതലാളി? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പെടാടോ. ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ് ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കണം. നീ തീർന്നു. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനോട് ബന്ധപ്പെടുന്നത്. എന്റെ ഏത് ആൾക്കാരടാ? പാണ്ടിക്കരിമ്പാറ എന്റെ ഏത് ആൾക്കാരെ? പാണ്ടിക്കരിമ്പാറ പോലെയാണ് അംഗം അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഐ ആം ചാലഞ്ചിങ് യു. മൈ ഔട്ട്ടേക്ക് ഈസ് ആഫ്റ്റർ യു. എടാ താടി വെച്ച അന്ത അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, എന്തുവന്നാലും നീ പേടിക്കരുത് കേട്ടാ. എവിടെയാണോ തെളിവ് കാണിച്ചു പറയടാ സിനിമാക്കാർ പട്ടികളെ. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടുന്നാടാ തെളിവ് കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എടാ താടി, കള്ളത്താടി, പരട്ടത്താടി, നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടാ. നിനക്ക് ഇത്തിരി കൂട്ടി പറഞ്ഞൂടെ? ഒരു 15 ലക്ഷമൊക്കെ പറഞ്ഞ മാന്യതയുണ്ട്. ഇത്രയും ദരിദ്രവാസം ഞാൻ 1 ലക്ഷം ഉലുവയ്ക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം ഉലുവാന്ന് ഞാൻ പറയുന്നേ. നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല, മറ്റേന്താ UPI വഴിയല്ല, പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കെട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവന്നാടാ നായേ. നീ പറഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ നിന്റെ അടുത്ത്, എടാ പട്ടി, മരപ്പട്ടി, ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചാലഞ്ച് യു, ഐ ഡെയർ യു, ഐ ഡബിൾ ഡെയർ യു. നോക്കിയടാ രോമ എന്നേക്കുന്നത്. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. ഈ സോഷ്യൽ മീഡിയ നിർത്തിയിട്ട് ഞാൻ മറ്റേ VD സതീശൻ പണ്ട് പറഞ്ഞ പോലെ വനവാസത്തിന് പോകും ഞാൻ. നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയാണ് ഞാൻ. അത്രയ്ക്ക് അതപ്പച്ചാണ് നിന്റെ 1 ലക്ഷം. പോടാ. പോയേച്ചും വരാം.